ഇവിടെ എനിക്ക് ബർത്ത്ഡേ ഓൾറെഡി കഴിഞ്ഞു. പക്ഷേ അന്നേരത്തേന് അച്ഛനൊരു കേക്ക് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിരുന്നു. നല്ല ടേസ്റ്റ് കേക്കായിരുന്നു. ഒരു ബൊക്കയും ഒരു ചോക്ലേറ്റ് കേക്കും പറഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങൾ ഫസ്റ്റ് ഡേ വന്നപ്പോഴത്തേനും അവരതെല്ലാം റെഡിയാക്കി ഒരു നോട്ടൊക്കെ എഴുതി വെച്ചിരുന്നു. പിന്നെ വൈകിട്ട് ഞങ്ങൾ ഡിന്നർ കഴിഞ്ഞ് വന്നിട്ടത് കട്ട് ചെയ്തു. താങ്ക് യു അച്ചാ. നമ്മുടെ റൂം 619 അങ്ങ് വരെ ഉണ്ട്. ടോട്ടൽ എത്ര റൂംസ് വെച്ചവിടെ? 500 അത്രയും റൂംസ് ഉണ്ട് ഇവിടെ. ഫുൾ ഓക്യുപ്പൈഡ് 100%. സലാമിയൊക്കെയാണ്. എന്തൊക്കെയോ പാലക് സംതിങ്. ഫസ്റ്റ് ഡേ ഡിന്നർ ക്യാൻഡിൽ ലൈറ്റ്. നമ്മളിപ്പോൾ എവിടാ? നമ്മളിപ്പം ഗ്രാൻഡ് ഹയാത്തിൽ ക്ലബ് ലോഞ്ച്. ഗ്രാൻഡ് ഹയാത്ത് മുംബൈ. ഇത് മുംബൈയിലെ ബെസ്റ്റ് ഹോട്ടലാണ് അല്ലേ? വൺ ഓഫ് ദി ബെസ്റ്റ് ഹോട്ടൽ. ഇത് എത്രയോ ഏക്കേഴ്സിൻ്റെ അകത്തല്ലേ ഇത്? 12 ഏക്കേഴ്സിനകത്തുള്ള ഹോട്ടലാണ്. ഞങ്ങളിതൊരു എക്സ്പ്ലോർ ചെയ്തില്ല. ഞങ്ങളിത് വന്നേ ഉള്ളൂ. ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് പുറത്ത് പോകാനായിട്ടൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇവർ പറഞ്ഞായിരുന്നു നമുക്ക് ലോഞ്ച് ആക്സസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങൾ ചുമ്മാ ഇവിടെ അന്വേഷിച്ചപ്പം ഞങ്ങൾക്കിവിടെ എല്ലാം ഫ്രീയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ, 1:30 തൊട്ട് ക്ലബ് ലോഞ്ച് ആക്സസ് ഫ്രീ, ഫുഡ് ഫുള്ള് ഇവിടെ തന്നെ കിട്ടും. ഫുഡ് ഫുള്ള് ഫ്രീ. പിന്നെ ലിക്കർ കഴിക്കുന്ന ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും ലിക്കറും അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ. അല്ലെങ്കിൽ തന്നെ ഇപ്പം ഞങ്ങൾ ചുമ്മാ മെനു നോക്കിയപ്പം ലിക്കറിന് വൈനിന് ഒരു ഗ്ലാസ്സിന് 1000 റുപ്പീസ്. ഇവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാർ വെറുതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കുക. ഏത് ലിക്കർ വേണമെങ്കിലും ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അതും ഏറ്റവും കൂടിയുണ്ട്. ശിവാശ്രീകൾ എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഹൈ കോസ്റ്റ്ലിയാണ്. അതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക. അത്രയ്ക്കും ബെസ്റ്റ് സർവീസ്, ബെസ്റ്റ് ഫെസിലിറ്റീസ്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഇവിടെ ഒരാൾ താമസിക്കാൻ കയറി കഴിഞ്ഞാൽ സ്വീറ്റ് റൂം എടുക്കുന്നേ ഇല്ല. അവരിവിടെ ഫുൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കും. സ്വീറ്റ് റൂം ആൻഡ് അബവ് എല്ലാവരും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസേ ഉള്ളൂ ഇവിടെ. സ്വീറ്റ് റൂം ആൻഡ് അബവ് ഉള്ളവർക്ക് വേണ്ടി മാത്രം അവരിവിടെ എല്ലാ ഫെസിലിറ്റിയും കൊടുക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, 1:30 തൊട്ട് ക്ലബ് ലോഞ്ച് ആക്സസ് ഉണ്ട്. അതിനകത്ത് എല്ലാ സാധനമുണ്ട്. ഈ പറഞ്ഞ പോലെ ഇനി രാത്രി 10 മണി വരെ ചായ കുടിക്കുന്ന കാപ്പി കുടിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ 10 മണി വരെ അതും ഫ്രീ ആയിട്ടുണ്ട്. അവിടെയും കൂടെ ഒന്ന് കാണിച്ചു. അത് ഞാൻ നേരത്തെ എടുത്തായിരുന്നു. ഇപ്പം എല്ലാം കഴിഞ്ഞു. 7:30 ആയപ്പോൾ എല്ലാം സ്റ്റോപ്പ് ചെയ്തു.